ഹലോ. അപ്പം ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ മീൻ ഇതാട്ടോ. ഈ ഒരു മീനല്ല, ഇതുപോലത്തെ കുറേ മീനുണ്ടായിരുന്നു. പക്ഷേ ഈ മീൻ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. വേറൊന്നും കൊണ്ടല്ല, ഇതിൽ ഫുള്ള് മുള്ളാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഇത് മുറിച്ച് കറി വെക്കാറാണ് പതിവ്. എങ്ങനെ വെച്ചാലും ഇതിവിടെ ആരും കഴിക്കാറില്ല. എന്നാൽ പിന്നെ വിചാരിച്ചു ഇതിനെ ഇങ്ങനെ തന്നെ ഒന്ന് കറി വെച്ച് നോക്കാമെന്ന്. എന്ത് സാധനത്തിനാണെങ്കിലും കുറച്ച് വെറൈറ്റി പിടിക്കുമ്പോഴാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് ഇതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു മസാല റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മീനിനെ ഫുള്ളായിട്ട് അതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് കുറച്ച് സമയം നമ്മളിത് വെക്കണം കേട്ടോ. പുറത്ത് വെക്കാൻ പറ്റുമെങ്കിൽ പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും കൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ മുട്ട അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഇതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കാരണം വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഇതിനെ ഇങ്ങനെ തന്നെ വറുത്തെടുക്കുമല്ല കേട്ടോ, നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. വ്യത്യസ്തമായിട്ടൊന്നുമില്ല, ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെയാവും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെന്താ ഇത്രയൊക്കെ മതി, സവാള, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ആ സമയത്ത് അരിഞ്ഞ് വെക്കണ സമയം ഒരു 10-20 മിനിറ്റൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ആ മീൻ ഇങ്ങോട്ട് എടുത്തിട്ടോ. മീനെ നേരെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ചു. ഇത് ഫ്രൈ പാനല്ല, ഇതൊരു കടായിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വെച്ച് മീൻ അങ്ങനെ അവിടെ നിന്ന് മൊരിയുന്ന സമയത്ത്, മൊരിയൊന്നും വേണ്ട, കുറച്ച് ഒരു പകുതി ഒരു വേവായാൽ മതി. ജസ്റ്റ് തിരിച്ചും മറിച്ചുമൊക്കെ എടുത്ത് കളർ ചേഞ്ച് ഒന്ന് വന്നാൽ മതി. കാരണം ബാക്കി നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് കിടന്ന് ഓൾറെഡി വേകണം. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രേവി ഉണ്ട്, ആ ഗ്രേവി ഈ മീനിൻ്റെ മേലേക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി നന്നായിട്ട് മീനിനെ മൂടി വയ്ക്കുക. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് പുളി ആവശ്യത്തിന് ഒഴിക്കാവുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പുളി ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാലും മല്ലിപ്പൊടിയാണ് ഏറ്റവും മെയിൻ നമ്മൾ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും. എന്തായാലും കെട്ടിലും മട്ടിലും രുചിയിലും ഒക്കെ സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു. ആ സമയത്ത് നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമായിരുന്നു പാൽക്കപ്പ. പിന്നെ പാൽക്കപ്പയും മീനും കൂട്ടി ഒരു 1.5 പിടി അങ്ങ് പിടിച്ചു. സംഭവം സൂപ്പറായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.